അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാണ്. കള്ള പലിശ. നീ എന്റെ ശിഷ്യൻ തന്നെയാണ്ടാ മകനെ. ബ്രദറെ, ഈ നാശന്തോ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്കാനോ? അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പഠിച്ചു പോയാ സാറ്. പക്ഷെ തിണ്ടത്തിൽ എത്ര ചാൻസാ കൊടുത്തത്? വണ്ടി ആവുമ്പോ അങ്ങനെയല്ലേ പറ്റൂ. നാളെ ഇത്തിരി നേരത്തെ ഇറങ്ങണം കേട്ടോ. ബൈ ബൈ, മറക്കല്ലേ? ഓക്കെ. കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് എന്നോട് അല്ലേ? ഞാൻ കാരണമല്ലേ അന്ന് ആ കള്ളൻ മിസ്സായത്? എന്റെ സമയദോഷമുണ്ട്. ഇനിയിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അമിതമായി എന്തൊക്കെയോ ആഗ്രഹിച്ചു. പണ്ട് കാരണവന്മാർ പറയാറുണ്ട്, ആകാശം മുഴുക്ക ഉന്നം വെച്ചാലേ തെങ്ങിന്റെ മണ്ടയിലെങ്ങനെ കൊള്ളുന്നു. ഇനിയിപ്പോ അമ്പുവിലും നഷ്ടപ്പെട്ടവൻ എന്തു ഉന്നം. വീട്ടിലറിച്ചോ? ഇല്ലില്ല, മാസാമാസമുള്ള മണി ഓർഡർ കിട്ടാതെ വരുമ്പോ അവരറിഞ്ഞോളൂ. 9 മക്കളിൽ സ്കോളർഷിപ്പും റാങ്കും ഒക്കെ വാങ്ങിക്കുന്ന സമർത്ഥനായ മകൻ KV ഭാസ്കരൻ. ഭാസ്കരൻ എന്നുള്ള പേരിന്റെ ഇടത് ഭാഗത്തുള്ള KV ഇനീഷില തറവാട്ട് പേര്. പക്ഷെ ഒരു കാര്യമില്ല, പേരിന്റെ വലത് ഭാഗത്ത് MA BA എന്നൊക്കെ എഴുതി ചേർക്കാൻ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അമ്മക്കൊന്നും തിരിച്ചു കൊടുക്കാൻ മകന് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ എന്റെ ജാഗ്രദോഷം. ക്ഷമിക്കണം, ഞാനീ പറഞ്ഞതൊന്നും അഞ്ജുവിന് മനസ്സിലാവില്ല. വലുപ്പവും ചെറുപ്പവും അളക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഫസ്റ്റ് PDCക്ക് പഠിക്കുമ്പോഴേ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയിരുന്നു. SI ആയാലും ഇഷ്ടപ്പെടുള്ളൂന്ന് ഞാൻ പറഞ്ഞിരുന്നോ? SIയും പോലീസൊന്നും അല്ല. ഇപ്പൊ പറഞ്ഞ് വിശ്വസിക്കല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ KV ഭാസ്കരനെ ഉള്ളൂ. ഭാഗ്യനാഥ, ആരാത്? ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. കണ്ണതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ മങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര, തനിക്കെന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, കൊടുത്തേൻ. ഭാസ്കര, ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐജിയോട് പറഞ്ഞ് നാളെ തന്നെ തന്നെ ജോലി തിരിച്ചെടുക്കാൻ ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തന്നധരം പേയം, എന്നാൽ അഞ്ജുവിനധരം പേയം. മനസ്സിലായോടാ കഴുതേ? കാണാം നമുക്ക് കാണാം കാണാം.
നമുക്ക് കാണാം കാണാം നമുക്ക് കാണാം. ഈശ്വര ഇവനത് എന്ത് പറ്റി? ഹലോ, എന്താണ് സാർ? അച്ചായൻ ഭാസ്കരനെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്? അതെ സാർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ജോലി പോയത് ഇത്രയധികം മാനസിക പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചായ, ഭാസ്കരന് വട്ടായി, ഭ്രാന്ത്. ഭ്രാന്തോ? ഭാസ്കരനോ? അല്ല ഭാസ്കരനോ? അതെ അച്ചായ, ഇവിടെ വന്ന് എന്റെ അടുത്തും കൊച്ചാപ്പിയുടെ അടുത്തും തെലുങ്കിലും സംസ്കൃതത്തിലും കുറെ ശ്ലോകങ്ങൾ പാടി. അക്രമവാസന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് തന്നെ കീഴാശ്ശേരി മനയിൽ പോയി നെല്ലിക്ക തളത്തിനുള്ള ഏർപ്പാട് അച്ചായൻ ചെയ്യണം. ശരി സാർ. അച്ഛാ, ഈ കത്തിയൊക്കെ വഴി കൊണ്ടിട്ടത്. അച്ഛാ, അച്ഛാ, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അച്ഛായ. അയ്യോ അച്ഛായ, അച്ഛാ, അച്ഛായ, അച്ഛാ. ഇതെടുത്തോ. മതി മതിയാ? ആ പാപ്പോ. അയ്യോ, ഒളിച്ചോ ഒളിച്ചോ. ഇവിടെ ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ് ചിപ്സ്. ആഹാ, ചിപ്സോ? കണ്ടുപോയി. അയ്യോ